എന്റെ പ്രിയമുള്ളവരെ, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മരിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് ചിലരോട് എത്ര പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ, എത്ര പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ ചിലർക്ക് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? ഒന്നാമത്തെ വിഭാഗം ആരാ? നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഇന്നലെ നമ്മൾ നിർത്തിയത് എവിടെയാണ്? നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവര് നിനക്കും മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ കഴിയൂല. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ മലക്കുൽ മൗത്തിനോട് ചോദിക്കുന്നു, മലക്കുൽ മൗത്ത്, അല്ലാഹുവേ, നീ എന്ത് രൂപത്തിലാ കടന്നു വരുന്നത്? ആരോടെങ്കിലും നീ കരുണ കാണിക്കുമോ? ആരോടെങ്കിലും നീ സ്നേഹം കാണിക്കുമോ? ആരോടെങ്കിലും നീ പരിഗണന കാണിക്കുമോ? എന്റെ പ്രിയമുള്ളവരെ, മരിക്കുന്ന സമയത്ത് മലക്കുൽ മൗത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുന്ന വിഭാഗമാരാ? ആർക്കാണ് മലക്കുൽ മൗത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുന്നത്? സക്കറാത്തിന്റെ അവസ്ഥയിൽ റൂഹ് പിടിക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്ന പല ബാപ്പമാരുടെയും തലയുടെ ഭാഗത്ത് നിന്നിട്ട് നിന്റെ റൂഹ് പിടിക്കുന്ന മലക്ക് നിന്നോട് പറയും, പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മറക്കപ്പുറമിരിക്കുന്ന പെങ്ങള്, നിങ്ങളുടെ കൂട്ടത്തിൽ പല ഉമ്മമാരും മരിക്കുന്ന സമയത്ത് അതാ സിറായിലെ ചാരത്ത് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു, പറ പെങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവൻ പറയുന്നത് കേൾക്കല്ലേ, ഇവന് ശപിക്കപ്പെട്ട ശൈത്താനാ. ഞാൻ നിന്റെ ആത്മാർത്ഥ സുഹൃത്താ, ഞാൻ നിന്റെ ആത്മാർത്ഥ സുഹൃത്താ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു പറഞ്ഞു മലക്കുൽ മൗത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുന്ന വിഭാഗം ആരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാണണോടാ പൊന്നുമോന്, അസ്റായിലിനെ നിനക്ക് കാണണോ? നിന്റെ റൂഹ് പിടിക്കുന്ന മലക്കിനെ നിനക്ക് കാണണോ? അത് മരണസമയത്തല്ലടാ ചെറുപ്പക്കാരാ. എന്റെ പൊന്നുമോനെ, നിനക്ക് മലക്കുൽ മൗത്തിനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് വഅദ് കഴിഞ്ഞ് തൗബ ചെയ്ത് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് ചെന്ന് ഭക്ഷണം പങ്കടിച്ച് വീടിന്റെ അകത്ത് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ ഇവിടത്തെ പള്ളിക്കട മിനാരത്തിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനൻ നൗം, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുമ്പോ അല്ലാഹു നിനക്ക് ആയുസ് നീട്ടി തന്ന എഴുതേക്കാനുള്ള ഭാഗ്യം അല്ലാഹു നിനക്ക് നൽകിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എഴുന്നേക്കടാ പൊന്നുമോര്. എന്നിട്ടതാ അതാ ഒരുങ്ങുകയാണ്. അവിടെ നിന്ന് പൊതുപെടുത്തുകൊണ്ട് പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ പോവുകയാ. പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ പോവുകയാ. പള്ളിയുടെ വെളിയിൽ ചെന്ന് കാലൊക്കെ കഴുകി എന്നിട്ട് പള്ളിയുടെ കവാടത്തിലൂടെ അകത്തേക്ക് കിടക്കുമ്പോ ഒന്ന് കണ്ണ് തുറന്നു നോക്കുവാപ്പാ, ഒന്ന് കണ്ണ് തുറന്നു നോക്ക് ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പള്ളിയുടെ കവാടത്തിന്റെ മുന്നിൽ ചിരിക്കുന്ന മുഖത്തോടെ നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിങ്ങനെ കാത്തു നിൽക്കുകയാണ്. 5 വഖത്ത് നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കിടക്കുന്ന മനുഷ്യര് മലക്കുൽ മൗത്ത് കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാ. നിന്നെ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാ. എന്നിട്ട് പറയുന്നു, ഇതൊന്ന് നിലനിർത്തടാ ചെറുപ്പക്കാരാ, ഇതൊന്ന് നിലനിർത്തടാ പൊന്നുമോനെ. ഈ നമസ്കാരം നിലനിർത്തിയ ഈ ചിരിക്കുന്ന മുഖത്തോടെ നിന്റെ മരണസമയത്തന്നെ കാണാവടാ. അല്ലാഹുവേ, ഓരോ മനുഷ്യരോടും പള്ളിയുടെ കവാടത്തിൽ വെച്ച് മലക്കുൽ മൗത്ത് പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നമസ്കരിക്കുന്ന നിന്റെ മുന്നിൽ വന്നിട്ട് മലക്കുൽ മൗത്ത് പറഞ്ഞു തരുന്നുണ്ട്. നമസ്കരിക്കാതെ പള്ളിയിലേക്ക് പ്രായമുള്ള വാപ്പമാര് വരെ വേച്ച്
വെച്ച് നടന്നു പോകുന്ന കാഴ്ച കണ്ടിട്ട് പോലും പള്ളിയിൽ കയറാൻ മടിക്കുന്ന ചെറുപ്പക്കാരാ, നിന്നോട് പറയും ഇരുന്നോടാ, അള്ളാനെ മറന്നുകൊണ്ടിരുന്നു, പടച്ചുറപ്പിന്റെ വിളിക്കുത്തരം നൽകാതെ നീ ഇവിടെ ഇരുന്നു, ഒരു ദിവസം എന്നെ കാണേണ്ടി വരുമടാ. അന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് മൃഗങ്ങൾ വിളിക്കുന്നത് പോലെ കിടന്ന് വിളിച്ചു, വെള്ളം കിട്ടാതെ കിടന്ന കിടപ്പിൽ കിടന്ന് നിനക്ക് ചാകേണ്ടി വരുമടോ. അല്ലാഹുവേ പറയും ചെറുപ്പക്കാരോ, വീട്ടിലെ ടിവിയുടെ മുന്നിലിരുന്ന് സീരിയൽ കണ്ട് ആസ്വദിക്കുന്ന പെങ്ങള്, നിന്റെ വീട്ടിലെ പ്രായമുള്ള ഉമ്മമാര് പടച്ചവനെ അവരുടെ റൂമിന്റെ അകത്തിരുന്ന് നമസ്കരിക്കുമ്പോ ഒന്ന് സൗണ്ട് പോലും കുറയ്ക്കാൻ മനസ്സില്ലാതെ കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ട് വീടിന്റെ അകത്തിരുന്ന് സീരിയൽ കാണുന്ന ഉമ്മ, പൊന്നു പെങ്ങള്, സ്വന്തം മക്കളെ പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് വീടിന്റെ അകത്ത് കാലിന്റെ മുകളിൽ കാലും കേറ്റിയിരിക്കുന്ന വാപ്പാ, നിന്റെ മുന്നിലും അസുറായിൽ വന്നിട്ട് ഇത് തന്നെയാ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ 5 നേരം പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ജമാഅത്തായി നിസ്കരിക്കുന്നവനുണ്ടല്ലോ, നമസ്കാരം കളയാക്കാതെ നിസ്കരിക്കുന്നവരുണ്ടല്ലോ, അവൻ മരിക്കുന്ന സമയത്ത് അവന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ മലക്കുൽ മൗത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഒന്നാമത്തെ വിഭാഗമാരാ, പടച്ചവനെ മരണം മോശമാകുന്ന ഒന്നാമത്തെ വിഭാഗം നിസ്കരിക്കാത്തവനല്ല, നിസ്കാരത്തിൽ അലസത കാണിക്കുന്നവനോ, നിസ്കാരം അല്ലാഹുവിനെ കളിയാക്കുന്ന രീതിയിൽ നിസ്കരിക്കുന്നവനോ. രണ്ടാമത്തെ വിഭാഗമാരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത, ആര് പറഞ്ഞു കൊടുത്താലും നാവ് പൊങ്ങാത്ത രണ്ടാമത്തെ വിഭാഗമാരാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ചെറുപ്പക്കാരാ, പ്രവാചകൻ അവിടെന്ന് പറയുന്നു, രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയുവോ? രണ്ടാമത്തെ വിഭാഗം ഏതാ? അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ വിഭാഗം നിസ്കാരത്തിൽ അലസത കാണിക്കുന്നവന് നല്ല മരണം കിട്ടൂല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നിസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു സുഖമുള്ള കാര്യമാണ്. അതങ്ങോട്ട് അതിന്റെ രുചിയും ടേസ്റ്റും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താപ്പാ. അല്ലാഹുവേ, മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, പ്രവാചകന്റെ സഹാബിയ, എല്ലാവരും കൂടെ തൂക്കുമരത്തിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കുമരത്തിൽ കയറ്റി നിർത്തിയിട്ട് കൂട്ടുകാരാണ് താഴെ നിൽക്കുന്നത്, ശത്രുക്കൾ. അവര് പറഞ്ഞു, ഹുബൈബേ, ഞങ്ങളുടെ കൂട്ടുകാരനാടാ ഹുബൈബേ, നിന്നെ കൊല്ലാൻ മനസ്സനുവദിക്കുന്നില്ല, നീ ഒന്ന് വാ, നിനക്ക് എത്ര പണം വേണമെങ്കിൽ തരാം, എത്ര പെണ്ണുങ്ങളെ വേണമെങ്കിലും തരാം, അധികാരം തരാം, നീ ഇറങ്ങി വാ, ഇസ്ലാം കളഞ്ഞിട്ട് നീ ഇറങ്ങി വാ. ഹുബൈബിനോട് പറഞ്ഞു, നീ പ്രവാചകനെ കുറിച്ച് മോശമായിട്ടൊരു വാക്ക് പറഞ്ഞാൽ മതി, നിന്നെ വിട്ടേക്കാം. ഹുബൈബ് പറഞ്ഞു, ഞാൻ പറയൂല. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, ചെറുപ്പക്കാരനായ സ്വഹാബി, അവിടുന്ന് പറയുന്നു, ഞാൻ പറയൂല. അവസാനം അവർ ചോദിച്ചു, ഹുബൈബേ, നിനക്ക് വല്ല ആഗ്രഹവുമുണ്ടെങ്കിൽ പറ ഹുബൈബേ, നിന്നെ യഥാ കൊല്ലാൻ പോവുകയാണ്, വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറ ഹുബൈബേ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ, വരുന്ന വഴിയിൽ ഫുട്ബോൾ കളിയാണെന്ന് തോന്നുന്നു എല്ലാ ചെറുപ്പക്കാരും അവിടെയാണ്. വല്ലാത്ത തിരക്കാ. എന്റെ പ്രിയമുള്ളവരെ, ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അതാ തന്റെ കഴുത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അവർ ചോദിച്ചു, ഹുബൈബേ, നിനക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം തരുമോ? എന്റെ ജീവിതത്തിൽ ആഗ്രഹം എന്തെന്നറിയുമോ? അല്ലാഹുവേ, 2 റക്അത്ത് എനിക്ക് നിസ്കരിക്കണം. ശത്രുക്കളതാ നിസ്കരിക്കാൻ അവസരം കൊടുക്കുമ്പോ മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവനെ അവിടെ നിന്ന് ഉടുപെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കുകയാ. പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് സുജൂദിൽ കിടന്നു കരയുന്നു. അല്ലാഹ്, ഹുബൈബ് റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹു സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവേ, എപ്പോഴും നിസ്കരിക്കുന്ന സമയത്ത് വലിയ വലിയ സൂറത്ത് ഓതിയിട്ടാ ഹുബൈബ് നമസ്കരിക്കുന്നത്. എപ്പോ നമസ്കരിച്ചാൽ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഹുബൈബ് നിസ്കരിച്ചിരുന്നത്. അല്ലാഹുവേ, ഇന്ന് പെട്ടെന്ന് നിസ്കരിക്കാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ നമസ്കാരമെങ്ങാണം നീട്ടിയാ ഇവര് വിചാരിക്കും ഹുബൈബിന് മരിക്കാ പേടിയാണെന്ന്. പഠിച്ചവരെ, വലിയ സൂറത്തോതി കെട്ടി എന്റെ നിസ്കാരമെന്ന് നീട്ടിക്കളഞ്ഞാൽ ഇവന്മാര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്. അല്ലാഹുവേ, അതുകൊണ്ടാണ് ചെറിയ സൂറത്തോതി കെട്ട് ഞാൻ നിസ്കരിച്ചത്. നിസ്കരിച്ച് കൊതി തീർന്നില്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചവര് അവിടുന്ന് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു സുജൂദിൽ കിടന്ന് കരഞ്ഞു ദുആ ചെയ്തിട്ട് അതാ കേറി നിൽക്കുമ്പോ, ചെറുപ്പക്കാരാ പൊന്നുമോനെ, അവസാനത്തെ ആഗ്രഹവും നിസ്കരിച്ചിട്ട് മരിക്കണമെന്നായിരുന്നടാ പൊന്നുമോര്. അവർക്കൊന്നും മരിക്കാ പേടിയോ, അവർക്ക് മരണത്തെ പേടിയില്ലായിരുന്നു. കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ, ഈമാനോടുകൂടിയുള്ള ഒരു മരണമുണ്ടല്ലോ. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു പഠിക്കണം ചെറുപ്പക്കാരോ. ഒരുപാട് കാലം ഇവിടെ ജീവിച്ച മോരല്ലല്ലോ ചെറുപ്പക്കാരോ, ഇങ്ങനെ നടന്നാ പോരല്ലല്ലോ ചെറുപ്പക്കാരാ. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു മുഅ്തത്തെ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന് മുഅ്തത്തെ യുദ്ധത്തിന് വേണ്ടി സ്വഹാബാക്കളൊക്കെ തയ്യാറായി. 3 നേതാക്കന്മാരെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു, ഹാരിസ് റളിയല്ലാഹു തആല അൻഹു, 3 പേരെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളാണ് നേതാക്കന്മാർ. ഒന്നാമത്തെ ആളോട് പറഞ്ഞു, നിങ്ങളാണ് കൊടി പിടിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ അതാ ജൗഫറെ നീ കൊടി പിടിക്കണ്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ മൂന്നാമത്തെ സ്വഹാബിയോട് പറഞ്ഞു കൊടി പിടിക്കണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നാമത് നീ മരിക്കും, രണ്ടാമത് നീ മരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകന് മരിക്കുമെന്ന് യുദ്ധത്തിന് മുമ്പ് പറഞ്ഞു കൊടുത്തു. അവർക്കറിയാം മരിക്കുമെന്ന്, അവർക്കറിയാം ഇന്നത്തെ രണാഗണത്തിലെ ഷഹീദാകുമെന്ന്. മരണം മനസ്സിലാക്കിയിട്ടും അവര് പിന്തിരിഞ്ഞില്ല. ഞാൻ മരിക്കാനാണ് പോകുന്നതെന്ന് അവർക്കറിയാമായിരുന്നു. അവർക്ക് ഭാര്യയുണ്ടായിരുന്നു, അവർക്ക് മക്കളുണ്ടായിരുന്നു, അവർക്ക് മോഹങ്ങളുണ്ടായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഹുബൈദ യുദ്ധക്കളത്തിലേക്ക് കടന്നു ചെന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒന്നാമത്തെ സ്വഹാബിയതാ രണാങ്കണത്തിൽ വിട്ടുകൊണ്ട് വീഴുകയോ. തന്റെ കയ്യിലിരുന്ന കൊടി താഴെ വീഴുമ്പോ 33 വയസ്സുള്ള മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു, എടാ 33 വയസ്സുള്ള യുവാവായിരുന്നടാ പൊന്നുമോര്. അതാ കൊടി താഴേക്ക് വീഴുമ്പോ ഓടിച്ചെന്ന് കൊടിയെടുക്കുകയാ, ഓടിച്ചെന്ന് കൊടിയെടുക്കുകയാ. എന്നിട്ട് അതാ മോത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് പാഞ്ഞു കയറുമ്പോ അവസാന ശത്രുക്കള് ചുറ്റുഭാഗം മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈപ്പത്തി അങ്ങ് വെട്ടിമുറിക്കുകയാ. കൊടി താഴെ വീഴുമ്പോഴാണ് പടച്ചവനെ വെട്ടിക്കൊണ്ടതെന്ന് മനസ്സിലാകുന്നത്. ഇടത് കൈ കൊണ്ട് കൊടിയെടുക്കുകയാണ്, ഇടത് കൈ കൊണ്ട് കൊടിയെടുക്കുകയാ. മുന്നോട്ട് പോകുമ്പോ രണ്ടാമത്തെ കയ്യും വെട്ടിമുറിച്ചു. താഴെ വീണ കൈ മുറിഞ്ഞ കൈ കൊണ്ടെടുത്തിട്ട് തന്റെ കക്ഷത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാ. പടച്ചവര് 4 ഭാഗത്ത് നിന്നിട്ട് ആ സഹാബിയെ വെട്ടിനുറുക്കുകയോ. 93 വെട്ടുണ്ടായിരുന്നടാ ചെറുപ്പക്കാരോ. യുദ്ധക്കളത്തിന് കിടക്കുമ്പോ, മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ തന്റെ ശരീരത്തിൽ 93 വെട്ടുകൾ ഉണ്ടായിരുന്നു പൊന്നുമോര്. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ ഒരു സഹാബി വെള്ളവുമായിട്ട് ഓടി വരികയോ. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് അതാ മരണ സമയത്ത് വെള്ളം കുടിച്ചിട്ട് മരിക്കാറ് അവിടുന്ന് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ജൗഫർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സഹാബാ,
ഇരിക്കുന്ന സുന്നത്ത് നോമ്പാട് സഹാബ. അല്ലാഹു ആയുസ് തന്നോ, വൈകുന്നേരത്ത് നോമ്പ് മുറിക്കാമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ രൂപമുള്ള സഹാബിയായിരുന്നു. പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അവസാനം മുഅ്തത്ത് യുദ്ധത്തിലെ മഹാനായ ജൗഫർ തങ്ങള് അവിടെ നിന്ന് ഷഹീദാവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ യുദ്ധം കഴിഞ്ഞിട്ട് ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. മരണവാർത്ത പറയാ, മരണവാർത്ത പറയാ. അല്ലാഹുവിന്റെ പ്രവാചകന് ജൗഫർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ കാണുന്ന കാഴ്ച എന്താ? രണ്ട് മക്കളും പുതുവസ്ത്രവും ധരിച്ചിങ്ങനെ വാപ്പാരെ കാത്തു നിൽക്കുകയാ. പ്രിയപ്പെട്ട ഭാര്യ യുദ്ധം കഴിഞ്ഞ് വിജയിച്ചു വരുന്ന തന്റെ ഭർത്താവിനെ സ്വീകരിക്കാൻ ഭക്ഷണവും ഉണ്ടാക്കി മക്കളെയും ഒരുക്കി നിർത്തി പടച്ചവനെ കാത്തു നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, പുതുവസ്ത്രവും ധരിച്ച് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയോ. ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് ചോദിക്കും, നബിയേ ഞങ്ങളുടെ വാപ്പ എവിടെ നബിയേ? ജൗഫർ തങ്ങളുടെ മക്കൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് വാപ്പയെ കുറിച്ച് ചോദിക്കുമ്പോ രണ്ട് മക്കളെയും തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് റസൂലുള്ളാഹി ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാ. പിഞ്ച മക്കളോട് നിങ്ങളുടെ വാപ്പ ഷഹീദാ എന്ന് പറയാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കരയുകയാണ്. ജൗഫർ തങ്ങളുടെ ഭാര്യ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്ന നബിയേ, മുഅ്തത്തിന്റെ രണാങ്കണത്തില് മുഅ്തത്തിന്റെ നേതാക്കന്മാർക്ക് എന്ത് പറ്റി നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പെണ്ണ് നിന്റെ ഭർത്താവ് ജൗഫർ ഉണ്ടല്ലോ, രണ്ട് കൈകളില്ലാത്തത് കാരണം ചിറക് വെച്ച് പറന്ന് സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ട് പെണ്ണ് നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് ചിറക് വെച്ച് പറന്നു വരുന്ന സ്വഹാബിയാ മഹാനായ ജൗഫർ തങ്ങള് മോനെ ജീവിച്ചിരുന്നപ്പോഴേ പറഞ്ഞു, ഇന്ന് നീ മരിക്കുമെന്ന്. ഇരണാകടത്തിൽ നീ ഷഹീദാകും, നീ ഷഹീദാകും, നീ ഷഹീദാകും. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ പടച്ചവരെ മരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും യുദ്ധക്കളത്തിലേക്ക് കടന്നു പോയത് എന്തിനു വേണ്ടി എന്നറിയോ? എടാ 33 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനു വേണ്ടിയാ? മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടിയുള്ള ഒരു മരണം കിട്ടുമല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നമസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പൊന്നുമോളെ, നീയാണ് അലംഭാവം കാണിക്കുന്നത്. പടച്ചവനെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞ സർവ്വ ജോലികളും മാറ്റിവെച്ചിട്ട് പടച്ചവനെ അധികം പെണ്ണുങ്ങളും ഉച്ചയ്ക്ക് കുളിക്കാറില്ല. അടുക്കളയിലെ ജോലിയായത് കാരണം പടച്ചവനെ അസറിന്റെ സമയം എല്ലാ ജോലികളും തീർന്നതിന് ശേഷം പടച്ചവനെ കുളിച്ചുരങ്ങിയിട്ട് ലോഹറും അസറും കൂടെ ഒരുമിച്ചടിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. പെങ്ങളെ, വേണ്ട പൊന്നുമോള്, വേണ്ട പൊന്നുമോള്, 5 വഖത്ത് നമസ്കാരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞ എന്ത് ജോലിയിലാണെങ്കിലും ചില പെണ്ണുങ്ങൾ പറയും, ഉസ്താദേ കുളിക്കാതെ എങ്ങനാ നിസ്കരിക്കുന്നത്? പൊന്നുമോളെ, ശരീരത്തിലെ വേർപ്പൊന്ന് കഴുകിക്കളയോ. പെട്ടെന്ന് കൈകാലുകൾ കഴുകിയിട്ട് പെട്ടെന്ന് പോയി അവ്വല് വഖത്തിൽ തന്നെ നമസ്കരിക്കുന്ന ശീലമുണ്ടാക്കിയെടുത്തോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, മരണസമയം മോശമാകുന്ന ഒന്നാമത്തെ വിഭാഗം നിസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരാ. രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്വഹാബാ, രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയോ?
രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഒരു ദിവസം 5 നേരം വിളിക്കുന്ന ഒരു വിളിയുണ്ട്. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ. ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് സംസാരിച്ചാ, എത്ര തഴമ്പുണ്ടെങ്കിലും എത്ര നീളമുള്ള താടിയുണ്ടെങ്കിലും നീ എത്ര കൊലകൊമ്പനാണെങ്കിലും മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറ് നിനക്ക് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗം അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ വഅദ് പറയുന്ന മനുഷ്യൻ അല്ലേ? അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിന്റെ ഫോൺ ഒന്ന് താഴ്ത്തി വെക്കാൻ നിനക്ക് സമയമില്ല, ഒരു പരിഗണനയുമില്ല. അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ സംസാരം പള്ളിയുടെ കമ്മിറ്റി ഓഫീസിനകത്ത് വരെ സംസാരം നിർത്തൂല. അള്ളാന്റെ പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുമ്പോ കമ്മിറ്റി ഓഫീസിനകത്ത് പോലും പള്ളിക്കകത്തിരുന്നിട്ട് പോലും അള്ളാഹുബേ സംസാരം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സാരം നീ രക്ഷപ്പെടൂല വാപ്പാ, നീ രക്ഷപ്പെടൂല. അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന പെണ്ണെ, മരണസമയത്ത് നിന്റെ നാക്ക് പൊക്കിയിട്ട് നിനക്ക് ഷഹാദത്ത് കലിമ പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്തേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, 6 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ സംസാരിച്ചാൽ 30 കൊല്ലം കഷ്ടപ്പെട്ട് ഇബാദത്ത് എടുത്തത് മുഴുവനും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 6 സമയങ്ങളിൽ ആരെങ്കിലും ദുനിയാവിന്റെ കാര്യം സുഖമാണോ എന്ന് ചോദിച്ചാൽ മതി. ഇങ്ങനെ കൂട്ടുകാരനെ കാണുമ്പോൾ അളിയ സുഖമാണോടാ, മക്കളൊക്കെ നന്നായിരിക്കുന്നോടാ, ഇത് ദുനിയാവിന്റെ കാര്യമാണ്. ഈ 6 സമയങ്ങളിൽ ആരെങ്കിലും ദുനിയാവിന്റെ കാര്യം പറഞ്ഞ 30 കൊല്ലം കഷ്ടപ്പെട്ടത് മുഴുവൻ നഷ്ടമായി പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അതിലെ 1-ാമത്തെ സമയം ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ച, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ചാൽ എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനവിടെന്ന് അതാ മഹാനായ അലിയാരിതങ്ങൾ പറയുകയാ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവേ ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം സംസാരിച്ചാൽ 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുമ്പോ, അല്ലാഹുവേ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ കഴിയൂല. 1 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെടുകയാണ്. 2 പടച്ചവരേ അല്ലാഹുവേ നല്ല മരണം കിട്ടൂല. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് നാളെ പരലോകത്ത് കടന്നു വരുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവരെന്ന് പറയുന്നുണ്ട്, പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പെന്താരങ്ങളിൽ കുടികുത്തി വെച്ച് ഇടഞ്ഞും നടന്ന കുഷ്ഠരോഗിയെ പോലെ മുകുതമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് ഇടഞ്ഞും നടന്ന നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം കടന്നു വരുമെന്ന് ലോകത്തിന്റെ നേതാവ് പറയുമ്പോ, ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് ഒരു വിഭാഗം എഴുന്നേറ്റ് വരികയോ. നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് കോടാനുകോടി ജനങ്ങൾ മുഴുവനും നിൽക്കുമ്പോ പട്ടികയുടെ കോലത്തിൽ എഴുന്നേറ്റ് വരുന്ന ഒരു വിഭാഗമുണ്ട്, പട്ടികയുടെ രൂപത്തിൽ എഴുന്നേറ്റ് വരുന്ന ഒരു വിഭാഗമുണ്ട്. അല്ലാ, അവരാരെന്നറിയോ? അവരാരെന്നറിയോ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ച് ചിരിച്ചവര് നാളെ പട്ടികയുടെ കോലത്തിലാണ് നീ പരലോകത്ത് വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ വല്ലാത്ത മഹത്വമോ. ആരാണ് പടച്ചവരെ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ആർക്കെന്നറിയോ? അത് പള്ളിയിലെ ഇമാമിനല്ല, കമ്മിറ്റിക്കാർക്കല്ല, അല്ലാഹുവേ നാട്ടുകാർക്കല്ല. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മനുഷ്യനാരാ? ഇവിടുത്തെ പള്ളിയിൽ 5 നേരം അല്ലാഹു അക്ബർ, അല്ലാഹു
അല്ലാഹു അക്ബർ. അല്ലാഹുവേ, ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ, ആ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത്. അല്ലാഹുവേ, ഇന്ന് മുഅദ്ദിന്മാരെ പരിഗണിക്കാത്തവരുണ്ട്. അല്ലാഹുവേ, മുക്രി എന്ന് വിളിച്ചിട്ട് മുഅദ്ദിൻ എന്ന് പറഞ്ഞ് നിസാരമായി തെല്ലുന്നവരുണ്ട്. ഇവിടത്തെ ബാങ്ക് വിളിക്കുന്ന മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത്, ജനങ്ങൾ നിങ്ങളെ പരിഗണിച്ചില്ലെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾക്ക് വല്ലാത്ത സ്ഥാനമാ. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വ്യക്തി നിങ്ങളാ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അതാ രണ്ട് വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയോ, എല്ലാവരും തല താഴ്ത്തി നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. പ്രവാചകൻ പറഞ്ഞ് രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും. ആ രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗമേരെന്നറിയുവോ? അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ തലനാളെ പരലോകത്ത് ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ളവരെ, ബാങ്ക് വിളിക്കുന്ന മനുഷ്യനായി നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മോദി സാഹിബ് സ്റ്റേജിലുണ്ടോ? മോദി സാഹിബാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം. നാളെ പരലോകത്ത് ചെല്ലുമ്പോ തല ഉയർന്നു നിൽക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പള്ളി ബാങ്ക് വിളിച്ചിട്ടുള്ളവരെന്ന് കൈവക്കുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലാഹു അലം, അല്ലാഹു അലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതേ വിളിക്കാൻ ബാക്കിയുള്ളവർക്കൊന്നും കഴിവില്ല എന്നിട്ടാ, ബാങ്ക് വിളിക്കാൻ അറിയാഞ്ഞിട്ടാ. നാളെ രാവിലെ മോദി സാഹിബിന് ഒരു 50 രൂപ കൊടുത്തിട്ട് പറയണം, കാക്ക ഒരവസരം എന്താ. പലരും വിളിക്കാത്തത് പേടിയാ. ഹയ്യാല സല ആദ്യം വിളിക്കോ, ഫല വിളിക്കോ അവിടെ ആണല്ലോ. അപ്പൊ മോദി സാഹിബിന് പിന്നെ അങ്ങനെ ജോലി പോകുമെന്നുള്ള ഭയം ഉണ്ടാവും. അങ്ങനാണല്ലോ. അപ്പൊ നിങ്ങൾ പറയണം, സുബഹിക്ക് വിളിക്കാം, അവിടെ അസലാത്ത് ഖൈർ വിളിച്ചാൽ എന്ത് വിളിച്ചില്ല ആരറിയാനല്ല, ഉറക്കല്ലേ. സുബഹിക്കാണെങ്കിലും അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞങ്ങളുടെ നാട്ടിലൊരു മോദി സാഹിബ് ഉണ്ട്. അദ്ദേഹം അസമയത്ത് കയറി ബാങ്ക് വിളിക്കും. 2 മണിക്കൊക്കെ കയറിയിട്ട് 2 മണിക്കൊക്കെ ഉറക്കത്തിൽ നിന്ന് ചാടി നിന്നിട്ട് 11 മണിക്കൊക്കെ ബാങ്ക് വിളിച്ചളയും. അപ്പൊ ഒരിക്കൽ ഞാൻ കണ്ടപ്പോ ചോദിച്ചു, നിങ്ങൾ എന്താ അപ്പൊ ഇങ്ങനെ, നിങ്ങളെ കുറിച്ചുള്ളൊരു പരാതി, അസമയത്ത് ബാങ്ക് വിളിക്കലാണല്ലോ, ഇങ്ങനെ എന്ത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഉസ്താദെ, അത് ഇവന്മാരൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ്. കാരണം എന്തേ, അസമയത്ത് ബാങ്ക് വിളിച്ചാ പള്ളി കയറാത്തവനും പള്ളി വരും ചോദിക്കാൻ. അസമയത്ത് ബാങ്ക് വിളിച്ചാ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ കയറാത്തവന് അസമയത്ത് വിളിച്ചാൽ പള്ളി വരും. അത് അങ്ങേരുടെ നെഞ്ചത്ത് കയറാൻ പറ്റുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ എല്ലാരും വരുമ്പോ ഇവരൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് തമാശ പറഞ്ഞതാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ബാങ്ക് വിളിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ അത് വിളിക്കൂലേ? ഉറക്കം ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞ് രക്ഷപ്പെട്ടു പോയാലോ? ഉറക്ക പറഞ്ഞേ അല്ലാഹ് ഒരിക്കലെങ്കിലും ഒന്ന് ബാങ്ക് വിളിക്കണം. അല്ലെങ്കിൽ നീ ബാങ്ക് വിളിക്കാൻ പള്ളിയിൽ പോകണമെന്നൊന്നുമില്ല. നീ നിസ്കരിക്കുന്ന സമയത്ത് നിനക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ വിളിച്ചിട്ട് നിസ്കരിക്കാമല്ലോ. നീ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്തെങ്കിലും ബാങ്ക് ഇഖാമത്തും കൊടുത്തിട്ട് നിസ്കരിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒടുക്കത്തെ ഫോണാ നിന്റെ ഫോൺ. ആ സമയത്തെ അടിക്കത്തുള്ളൂ. വയലു പറയാ, അള്ളാന്റെ പള്ളിയിൽ ഒതുവെടുക്കുന്ന സമയത്ത് പോലും ജനങ്ങൾ മാറി നിൽക്കും ഈമാനുള്ളവർ. പള്ളി പോകുമ്പോ നോക്ക്, ഹൗലും കരയിൽ നിൽക്കുമ്പോ ബാങ്ക് വിളിക്കുമ്പോ അള്ളാനെ പേടിയുള്ള പണ്ടത്തെ വാപ്പമാരുണ്ടല്ലോ മാറി നിൽക്കാറുണ്ട്. കാരണം എന്തെന്നറിയോ? ഒതുവെടുക്കുന്ന സമയത്ത് പല ദിക്റുകളും പറയാനുണ്ട്. ഒതുവെടുക്കുന്ന സമയത്ത് പല ദിക്റുകളും പറയാറുണ്ട്. അപ്പൊ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ദിക്റ് പറഞ്ഞാൽ അല്ലാഹുവേ ആക്കിബത്ത് മോശമായി പോവോ? അത് കണ്ടിട്ട് അള്ളാനെ പേടിയുള്ള വാപ്പമാര് ഒതുവെടുക്കുന്നത് പോലും നിർത്തിവെച്ചിട്ടിരിക്കുന്നത് കാഴ്ച കാണാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ വയലു പറയാ പറഞ്ഞോ, അയാൾ പറഞ്ഞോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെണ്ണുങ്ങള് തലയിൽ തുണിയിടുന്ന 2 സമയമുണ്ട്. എപ്പോഴാന്നറിയോ? പെണ്ണുങ്ങള് തലയിൽ തുണിയിടുന്ന 2 സമയം. എപ്പോഴാ അറിയോ? 2 സമയം. ഒന്ന് ബാങ്ക് വിളിക്കുന്ന സമയം, ഒന്ന് ബാങ്ക് വിളിക്കുന്ന സമയം. ബാങ്ക് വിളിക്കുമ്പോ അതുവരെ ഒന്നുമില്ല, എല്ലാം തുറന്നിട്ട് കിടക്കാ. ബാങ്ക് വിളിക്കുമ്പോ മോളെ ഷാളിട്, പഠിച്ചനെ ഓട്ടവാ, എങ്ങനെയെങ്കിലും തപ്പുക. എവിടെ അടുക്കള ഇരുന്നിട്ട് ഷാള് തപ്പുക, ബെഡ്റൂമിനകത്ത് ഇരിക്കുക. തപ്പി 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 അവസാനം നോക്കുമ്പോ ഒരെണ്ണം കിട്ടി. ഒരു ഷാള് കിട്ടി. ഉമ്മ ഒരു സൈഡില്, മോളൊരു സൈഡില്. ഇങ്ങനെ എന്തൊരു സ്നേഹം എന്നറിയാം. ഉള്ളത് കൊണ്ട് 2 പേരും അഡ്ജസ്റ്റ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞു. ഒരു തറയിൽ കളഞ്ഞിട്ട് വീണ്ടും പഴയ കോലം. ഇതാ അവസ്ഥ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 2ാമത് പെണ്ണുങ്ങൾ തലയിൽ തുണി ഇടുന്ന സമയം പള്ളിയിലെ ഖതീബിനെ കാണുമ്പോഴാണ് തന്നെ.
പള്ളിയിലെ ഉസ്താദ് വീടിന്റെ അതിലേക്കൂടെ ഒന്ന് പോയാ പടച്ചോനെ അല്ലായെ പേടിയില്ല, ഉസ്താദിനെ പേടി. അല്ലായെ എന്നെ പടച്ച റബ്ബിനെ നിനക്ക് പേടിയില്ല. അപ്പൊ നീ ഉസ്താദെ കാണുമ്പോ അല്ലാഹു എനിക്ക് ഞാനൊരിക്കൽ ഒരു കല്യാണത്തിന് പോയി, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പടച്ചോനെ വേണ്ടായിരുന്നു. ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്നു പറയാൻ കഴിയില്ല. ഞാനൊരു കല്യാണത്തിന് പോയപ്പോ ഒരു താത്ത സാരി ഉടുത്തിട്ട് ഇങ്ങനെ നിക്കാ, ചെറുപ്പക്കാര് മുഴുവൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. താത്താടെ വയറിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴാ ഞാൻ കയറി ചെല്ലുന്നത്. ഞാൻ കയറി ചെന്നപ്പോഴത്തേക്കും ചെറുപ്പക്കാർക്കൊക്കെ വലിയ സന്തോഷം. അളിയ നോക്കടാ. ഞാൻ വിചാരിച്ചു എന്തേ പടച്ചോനെ അത്ഭുതം, നോക്കടാ എന്ന് പറഞ്ഞു വല്ലാത്ത ഉത്സാഹം. എന്താ സത്യത്തിൽ ഞാൻ കയറി ചെന്നപ്പോ ഈ താത്ത സാരിയുടെ തുമ്പെടുത്ത് തലയിലിട്ട്. അപ്പൊ പിന്നെ ഇവിടെ മുഴുവൻ അങ്ങ് തുറന്നു. അപ്പൊ ഉസ്താദ് പോയതാ നല്ലത് അല്ലേ. ആകെ അല്പം വയറും കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഉള്ളതും കൂടെ തുറന്നു കാണിച്ചു. കാരണം എന്റെ കട തലയിൽ തുണി ഇട്ടതാ. ഞാൻ ചിന്തിച്ചു പടച്ചോനെ ഇവിടെ ഇടണ്ടായിരുന്നു. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലായ എല്ലാം നമ്മളൊന്ന് ചിന്തിക്കുക. അല്ല എല്ലാം കണ്ടുകൊണ്ടിരിക്കല്ലേ. എടാ അല്ല എല്ലാം കാണുന്നു എന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം. എന്നിട്ടും തെറ്റ് ചെയ്ത അതിന്റെ അർത്ഥം എന്തെന്നറിയാം. അല്ല കണ്ടാ എനിക്കിവിടെ എന്തുവാ അതന്നെ. അല്ല കാണുന്ന നിങ്ങൾ ആലോചിക്കേ, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വന്നാൽ പെട്ടെന്ന് മാറും. കാരണം എന്താ, ആ വരുന്നവൻ ആലോചിക്കേ അല്ലാനെ തരം താഴ്ത്തുവാ. നിന്റെ വീട്ടിൽ നീ ഒരു എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും കയറി വന്നാൽ കാണുമെന്ന് പറഞ്ഞിട്ട് നീ മാറുന്നു. എന്നാൽ അല്ല ഇതൊക്കെ ലൈവായി കണ്ടോണ്ടിരിക്കുക. അതില്ല. അല്ലാഹുവിനെ എങ്ങനെയും തരം താഴ്ത്തരുത്, രക്ഷപ്പെടൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സാധാരണ ഒരു മനുഷ്യന്റെ പരിഗണന പോലും അല്ലാഹുവിന് നൽകാത്തവർ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു കണ്ട എനിക്കിവിടെ ഒന്നുമില്ല എന്നതിന്റെ അർത്ഥമാണ് നീ അല്ല കണ്ടുകൊണ്ടിരിക്കുക നീ ചെയ്യുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ പെട്ടെന്ന് പറയുകയാണ്, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയമുണ്ടല്ലോ, ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന മനുഷ്യനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ, എത്ര വലിയ ഉയരമുള്ള ആള് പറഞ്ഞു കൊടുത്താൽ, എത്ര വലിയ പണ്ഡിതൻ പറഞ്ഞു കൊടുത്താൽ പറയാൻ കഴിയാത്ത മൂന്നാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ചെറുപ്പക്കാരാ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അത് മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളോ. കഴിയൂല ചെറുപ്പക്കാരാ, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും നിനക്കത് പറയാ കഴിയൂലടാ. കാരണം ചരിത്രം അത് സാക്ഷിയാ. മഹാനായ അൽഖമ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് അൽഖമ റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ അവസാനം മരണസമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ തന്റെ ചുറ്റുഭാഗത്ത് സഹാബികൾ നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാ. പടച്ചവനെ നാവ് പൊങ്ങുന്നില്ല, പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബികൾ കിടന്നു വന്നു. നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് ചോദിച്ച ചോദ്യം എന്തെന്നറിയുവോ? ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ സഹാബാ? ഒന്നാമതായി ചോദിച്ച ചോദ്യം, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ. അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കഴിയുമെങ്കിൽ വിളിച്ചു കൊണ്ടുവാ സഹാബാ. സഹാബികൾ ചെന്നിട്ട് അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മാനെ വിളിച്ചു കൊണ്ടുവരികയാ. പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങളുടെ മകനുമായിട്ട് എങ്ങനെയാണ്? അൽഖമയുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ്? ആ സമയത്ത് ഉമ്മ പറയുന്നു, നബിയേ,
അൽക്കമ എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയേ, അൽക്കമാന് എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു, അവൻ എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ എന്റെ മകന് എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാണ് നബിയേ. ഒരു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, ഞാൻ താലോലിച്ച് പൊന്നുപോലെ വളർത്തിയ എന്റെ പൊന്നുമകനുണ്ടല്ലോ, അവന് വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹം അവന്റെ ഭാര്യയോടാണ് നബിയേ. അതെനിക്ക് സഹിക്കാ കഴിഞ്ഞില്ല നബിയേ, എന്റെ മനസ്സ് വേദനിച്ചു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ഉമ്മ നിങ്ങളുടെ പൊന്നുമോന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല, അവന് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. ഒരു നല്ല മരണം കിട്ടണമെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടാതെ കഴിയൂല, നിങ്ങൾക്കൊന്ന് പൊരുത്തപ്പെട്ട് കൊടുത്തുകൂടെ? ഉമ്മ പറഞ്ഞു, ഇല്ല നബിയേ, എനിക്കവനെ മറക്കാ കഴിയില്ല നബിയേ, എനിക്കവനോട് പൊരുത്തപ്പെടാതെ കഴിയൂല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സഹാബാ വിറക് ശേഖരിച്ച് തീയിട്ട് കരിച്ച് കളഞ്ഞാവാ, ജീവനോടെ കത്തിച്ച് കള സഹാബാ. ഉമ്മയുടെ പൊരുത്തമില്ലാത്തവര്, ഉമ്മയുടെ പൊരുത്തമില്ലാത്തവര് അവരെ കരിച്ച് കള സഹാബാ. പറയേണ്ട താമസം ഉമ്മ പറയുന്നു, നബിയേ എന്റെ പൊന്നുമോനെ കരിക്കല്ല നബിയേ, ഞാനവനെ പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബി അൽഖമ റളിയല്ലാഹു തആല അൻഹു അവിടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട്, ആ സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് ലോകത്തോട് യാത്രയായെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവര്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവന് രക്ഷപ്പെടൂല. എന്റെ ചെറുപ്പക്കാരാ, എന്റെ ചെറുപ്പക്കാരാ, ഉമ്മാന്റെ വില എന്തേ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്? മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ പഠിച്ചവരെ ഉമ്മാനെ വല്ലാത്ത ഇഷ്ടവാ. ഉമ്മാന്റെ വില മനസ്സിലാകണമെങ്കിൽ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു എവിടെ പോയാലും ഉമ്മാനോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ. ചില മക്കൾ അങ്ങനെയാണ്. ഈ നാട്ടിലും പഠിച്ചവരെ, ഈ നാട്ടിലും ചില മക്കൾ ഉണ്ടാകുമല്ലോ. പഠിച്ചവരെ പെണ്ണും കെട്ടി മക്കളായാൽ ജീവിച്ചിരിക്കുന്ന പ്രായമുള്ള വാപ്പയും ഉമ്മയും വീട്ടിലുണ്ടെങ്കിൽ എവിടെ പോയാൽ റൂമിൽ ചെന്നിട്ട് ഉമ്മാനോട് പറയും, ഞാൻ കടയിൽ പോകുകയാ, ഞാൻ ജോലിക്ക് പോവുകയാ. ഉമ്മാനോട് പറഞ്ഞിട്ട് പോകുന്ന ചില മക്കളുണ്ട്. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു, ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഞാനൊരു യാത്രയ്ക്ക് പോവുകയാ, തിരിച്ചു വരുമ്പോ എന്റെ ഉമ്മാൻ എന്താണ് കൊണ്ടുവരേണ്ടത്, എന്റെ ഉമ്മയ്ക്ക് എന്താണ് വേണ്ടത്? ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മ പറഞ്ഞു, മോനെ ലുഖ്മാനേ, തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരുവോ മോനെ? സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരുവോ മോനെ? ലുഖ്മാന് തങ്ങളുണ്ടല്ലോ, ഉമ്മാനോട് പറഞ്ഞ മറുപടി, ഉമ്മ അതിന് ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ എന്റെ ഉമ്മ കാത്തിരിക്കണ്ട. ഉമ്മയ്ക്ക് സ്വർഗത്തിലെ മണ്ണല്ലേ വേണ്ടത്, ഉമ്മാന് സ്വർഗത്തിലെ മണ്ണല്ലേ വേണ്ടത്. ലുഖ്മാന് തങ്ങള് തന്റെ ഉമ്മാന്റെ മുന്നിലിരിക്കുകയോ, എന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഒന്ന് കാലുയർത്തുവോ ഉമ്മ, ഒന്ന് കാലുയർത്തുവോ ഉമ്മ. ഉമ്മ ചവിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു പിടി മണ്ണ് വാരിയിട്ട് പെറ്റുമ്മാന്റെ കയ്യിൽ വെച്ച് കൊടുത്തു പറയുന്നു, ഉമ്മ സ്വർഗത്തിലെ മണ്ണിതാ, ഉമ്മ സ്വർഗത്തിലെ മണ്ണിതാ
ഉമ്മ. ചെറുപ്പക്കാരാ, നമ്മുടെ ഉമ്മാന്റെ കാൽച്ചുവട്ടിലാ പോര്, നമ്മുടെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. അത് തിരിച്ചറിയാ കഴിയണമടാ. സ്വന്തം ഉമ്മാന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നേടിയെടുക്കാൻ കഴിയാത്തവനും മകനല്ലടാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാണ് നബിയേ? അള്ളാന്റെ റസൂല് പറഞ്ഞു, നിന്റെ ഉമ്മയോടാണ്. രണ്ടാമതാരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. മൂന്നാമതാരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. നാലാമതാരോടാ നബിയേ? നിന്റെ വാപ്പയോടാ. 3 പ്രാവശ്യവും അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞത് ഉമ്മ ഉമ്മ ഉമ്മ. ഉമ്മക്ക് ഈ മഹത്വം കിട്ടാനുള്ള കാരണമെന്താ? ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. അല്ലാഹുവേ, 9.5 മാസക്കാലം ചുമന്നുകൊണ്ട് നടന്നത് വാപ്പയല്ലടാ. ഒന്ന് നല്ലതുപോലെ നടക്കാൻ കഴിയോ? എല്ലാവരും കല്യാണത്തിന് പോയാ ഉമ്മ പോകാറില്ല. കാരണം നടക്കാൻ വയ്യ, ഓടാൻ വയ്യ, കിടക്കാൻ വയ്യ. പടച്ചവനെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ 9.5 മാസക്കാലം പടച്ചവര് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ മക്കള് 5 മിനിറ്റ് നമ്മുടെ തോളിൽ കൈവച്ചാ നമുക്ക് സഹിക്കൂല. എത്ര സ്നേഹിക്കുന്നവനാണെങ്കിലും ആ കൈ നമുക്ക് അസൗകര്യമായി തോന്നുമല്ലോ. 9.5 മാസം വയറ്റിൽ ചുമന്നത് നിന്റെ ഉമ്മയാ പൊന്നുപോര്. എന്നിട്ടോ മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ചത് നിന്റെ പെറ്റുമ്മയാ. പ്രസവ സമയത്ത് ഉമ്മ കിടന്ന് വിളിച്ച വിളിയുണ്ടല്ലോ, അറിയില്ല ചെറുപ്പക്കാരാ, ആ വേദന നമുക്കറിയില്ലടാ. എത്ര പറഞ്ഞു തന്നാലും നമുക്കത് മനസ്സിലാവൂല. ഉമ്മ അനുഭവിച്ച വേദന വല്ലാത്ത വേദനയാ. അല്ലാഹുവേ, പ്രസവ വേദന സഹിച്ചത് നിന്റെ ഉമ്മയാ. നിനക്ക് 2 വയസ്സാകുന്നത് വരെ പാല് തന്നത് നിന്റെ പെറ്റുമ്മയാ. പട്ടിണിയാണെങ്കിലും രോഗമാണെങ്കിലും എഴുന്നേക്കാൻ കഴിയില്ലെങ്കിലും ഞാനും നിങ്ങളും ഒന്ന് കരഞ്ഞപ്പോ അല്ലാഹുവേ പൊന്നുമോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു പാല് തന്നത് നമ്മുടെ പെറ്റുമ്മയാ. അതുകൊണ്ട് നിന്റെ ഉമ്മയോടാ കടമ. വാപ്പയ്ക്ക് മഹത്വമില്ലെന്നല്ല, വാപ്പയ്ക്ക് കടമയില്ലെന്നല്ല. ആരാ വാപ്പയെന്നറിയുവോ? സ്നേഹം കാണിക്കാതെ സർവ്വതും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് നടക്കുന്ന നമ്മുടെ വാപ്പ. സ്വന്തം ഉരുകിയിട്ട്, സ്വന്തം വിയർപ്പല്ല രക്തം വിയർപ്പാക്കിയിട്ട് നമ്മളെ പോറ്റി വളർത്തുന്ന വാപ്പാന് നമുക്ക് തിരിയാനിട്ടോ. റസൂലുള്ള പറയുന്ന നമ്മുടെ വാപ്പയാരെന്നറിയോ? സ്വർഗത്തിന്റെ മധ്യവാതിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെ കവാടവാമോനെ വാപ്പ. ഉമ്മാന്റെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. കരുണക്കടലായ അല്ലാഹ്, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്. സ്വർഗ കവാടമാക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹ്. എല്ലാ അനുഗ്രഹവും അവരുടെ ഖബറിന്റെ അകത്ത് നിറച്ചു കൊടുക്കണേ അല്ലാഹ്.